ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ബാംഗ്ലൂർ ട്രിപ്പിനെ പറ്റിയുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഊബറൊക്കെ പിടിച്ച് ഇനി നേരെ പോകുന്നത് അങ്കമാലിയിലേക്കാണ്. അങ്കമാലിയിൽ നിന്ന് നമുക്ക് നേരെ ബാംഗ്ലൂരിലേക്ക് ബസ് ഉണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമിലുള്ള ഈ ഒരു നീലപ്പെട്ടീൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ സാമ്പിൾ സീക്വൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ പോണത് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം 6:40 എൻ്റെ ബസ് വരുന്നത് 7:35 അങ്കമാലിയിൽ നിന്നാണ് എനിക്ക് ബസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലുവയിൽ നിന്ന് ഒരു ഊബറും എടുത്ത് നേരെ അങ്കമാലിയിലേക്ക് പോവാണ്. പിന്നെ അത് ഊബർ ചേട്ടൻ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ഫൈനലി അങ്കമാലിയിൽ എത്തിയപ്പം വേറൊരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ നിൽക്കുന്ന തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പോലീസുകാരൻ എൻ്റെ നീലപ്പെട്ടി കണ്ടിട്ട് ഇതിനകത്ത് എന്താ എന്നൊക്കെ വന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വലിയ സീനില്ലാണ്ട് ഡീലാക്കി വിട്ട്. അപ്പോൾ കറക്റ്റ് 7:35 ആയപ്പോൾ തന്നെ നമ്മളെ ബസ് വന്നു കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് KSRTC AC സ്ലീപ്പർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബസ് വന്ന് ഞാൻ നേരെ കയറിയിരുന്നു. ഞാൻ അപ്പർ ബർത്ത് ആയിരുന്നു കേട്ടോ ലൈക്ക് ബുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ KSRTC അതായത് പ്രൈവറ്റ് ബസ്സുകൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും KSRTC AC സ്ലീപ്പറിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് മൊത്തത്തിൽ നല്ല ക്ലീനാണ് ആൻഡ് എന്താ പറയുക ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ, അത് ആദ്യം പറയണം. അപ്പോൾ അങ്ങനെ കയറിയിരുന്ന് പിന്നെ ഞാൻ നൈറ്റ് ആയതുകൊണ്ട് കാര്യമായിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു കവർ കണ്ടു. ഈ കവറിൻ്റെ ഉള്ളിലാണ് ഞാൻ തിന്നാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചത്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കൈ കിട്ടിയ പ്രിങ്കിൾസ് ഒക്കെ കഴിച്ചു. ആൻഡ് പിന്നെ ഞാൻ എന്തെങ്കിലും കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോയി എവിടേക്കോ എത്തി. എനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ ഏത് വഴിയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഫൈനലി കുറച്ചൊന്ന് വെളിച്ചം വെച്ച് സമയത്ത് ഞാൻ സമയം നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണി കേട്ടോ. അതായത് വെളുപ്പിന് 4 മണി. ഇങ്ങനെ എന്താ പറയുക നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ആൻഡ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഞാൻ പണ്ട് ബാംഗ്ലൂർ ഒരു കൊല്ലമൊക്കെ വർക്ക് ചെയ്താണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷം എഗെയിൻ ഇനി ബാംഗ്ലൂർക്ക് പോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തോ ഒരു കൈൻഡ് ഓഫ് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അതാ സമയം 4 മണിയിൽ നിന്ന് നേരെ ചാടി 5 മണി 6 മണി 6:30 ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എഗെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല നേരം വെളുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബസ് കറക്റ്റ് 6 മണിക്ക് മെജസ്റ്റിക് അതായത് സാറ്റലൈറ്റ് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് എന്തോ ലേറ്റായി. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 7 മണി 7:30 ആവാൻ നേരമാകുമ്പോൾ എത്തുക എന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല മാതിരി ഉറങ്ങാനായിട്ട് പറ്റി കേട്ടോ. ഈവൻ ദോ നമ്മൾ ട്രാവലിംഗ് ആണെങ്കിലും എന്താണെന്നറിയില്ല, എനിക്ക് നോർമലി ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റലില്ല. പക്ഷേ ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ലോണം ഉറങ്ങാൻ പറ്റി. അതാണ് ഭയങ്കരമായിട്ടുള്ള കോട്ടാവി കെട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അങ്ങനെ എഗെയിൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റൂട്ട് വരുന്നത് ഇലക്ട്രോണിക് സിറ്റിയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മളെ ബസ് ഇന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അതായത് നമ്മുടെ മൈസൂർ സാറ്റലൈറ്റ് എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്, ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ നല്ലൊരു ചായ കുടിച്ചു. ചായയിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഇവിടെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 9:30 ആയപ്പോഴാണ് നമ്മുടെ സാമ്പിളുമായിട്ട് സീക്വൻസിങ് എന്താ പറയുക ലാബിക്ക് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഊബറും എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്കുള്ള ഒരു ഓട്ടോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡും ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് പിടിക്കണം. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്ക് ഭയങ്കര സ്പീഡാണ്. നമ്മളെ നാട്ടിലൊന്നും വണ്ടി ഓടിക്കുന്ന മാതിരിയല്ല ഇവർ ഓടിക്കുന്നത്, പറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വളരെ സേഫായിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ ജീനോട്ടിപ്പിക് ടെക്നോളജീസിലെത്തി. ആൻഡ് ഞാൻ എൻ്റെ സാമ്പിളൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീനോട്ടിപ്പിക്കിൻ്റെ തൊട്ടടുത്തായിട്ട് കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എഗെയിൻ ഒരു ഊബർ എടുത്ത് നേരെ കോഫി ഹൗസിലേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലൊരു ഫിൽറ്റർ കോഫിയും കുടിച്ചു. പിന്നെ പോരാത്തതിന് എന്താ പറയുക നല്ലൊരു നമ്മുടെ ഗീ ദോശ കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഞാൻ വേറെ എക്സ്ട്രാ അക്കോമഡേഷനൊന്നും എടുത്തിട്ടില്ല. ബിക്കോസ് എൻ്റെ മുന്നേ നമ്മൾ വർക്ക് ചെയ്ത എൻ്റെ ഒരു കൊളീഗിൻ്റെ എന്താ പറയുക അക്കോമഡേഷൻ ഇതിൻ്റെ എടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവളെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാമെന്ന്. അപ്പോൾ എഗെയിൻ നമ്മൾ ഊബർ എടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ പെട്ടിൻ്റെ ഉള്ളിൽ കാലിയാട്ടോ, സാമ്പിളൊന്നും ഇല്ല. സാമ്പിളൊക്കെ ഓൾറെഡി കൊടുത്ത്. പക്ഷേ പെട്ടി നമുക്ക് സേഫായിട്ട് തിരിച്ച് നമ്മളെ ലാബിൽ എത്തിക്കണമല്ലോ. സോ അതുകൊണ്ട് എഗെയിൻ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓളുടെ ലൊക്കേഷനിലെത്തി. പിന്നെ ഈ കളം വരച്ചതൊന്നും ഓളല്ല, വീട്ടിൻ്റെ അടുത്തുള്ള വേറെ ആരോ വരച്ചതാട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് നേരമുള്ള വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ പണിക്ക് പോയതാണ്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അപ്പോൾ ഇവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് നിന്നത് കേട്ടോ. അതായത് ഞാൻ 2024 ഒരു ഫുൾ 1 ഇയർ ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തിന്. അപ്പോൾ എൻ്റെ അക്കോമഡേഷൻ വന്നിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ അതൊക്കെ എനിക്ക് മിസ്സായ പോലെ എനിക്ക് തോന്നി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. അങ്ങനെ എഗെയിൻ നമ്മൾ തിരിച്ചിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ജസ്റ്റ് ഫ്രഷപ്പ് ഒക്കെ ആയി, ഇനി ലഞ്ച് കഴിച്ചിട്ട് വേണം എനിക്ക് എഗെയിൻ നമ്മളെ നാട്ടിലേക്കുള്ള വണ്ടി പിടിക്കാൻ. അങ്ങനെ നമ്മളുടെ എന്നത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള എൻഷെഫ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പം ഓൾ ഓർഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ മേടിച്ചിട്ടുള്ളത് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. എൻഷെഫ് എന്ന് പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണലി കണക്റ്റഡാണ് എൻഷെഫായിട്ട്. കാരണം പണ്ടൊക്കെ ലാബിലൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്ടൊക്കെ വരുന്ന സമയത്ത് നേരെ നമ്മൾ എൻഷെഫിലേക്ക് വിടുന്നു. തിന്നിട്ടാണ് ആക്ച്വലി സ്ട്രെസ്സ് നമ്മൾ പോക്കൽ കിട്ടും. അപ്പോൾ എനിക്ക് അതൊക്കെ ആലോചിച്ചപ്പോൾ പണ്ടത്തെ നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ അടിച്ചു. ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ കൊച്ചിയിലാണല്ലോ പണിയെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങളല്ല ഐ മീൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻഷെഫിൽ നിന്ന് നേരെ ഈ നമ്മുടെ സാറ്റലൈറ്റിലേക്ക് വണ്ടി കയറി. ഈ ഓട്ടോ ചേട്ടൻ്റെ പോക്കെന്ന് വെച്ചാൽ അപാര സ്പീഡേനു. ഞാൻ തിരിച്ചെത്തുന്നു എനിക്ക് വലിയ പ്രത്യേകിച്ച് ഹോപ്പൊന്നുമില്ല, ഇനി അമ്മാരി പോക്കാണ് മൂപ്പര് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ എത്തിയിട്ടും എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം ഉണ്ടെങ്കിൽ ബസ് വരാനായിട്ട്. അപ്പം ഞാൻ ഒരു വെള്ളക്കുപ്പിയൊക്കെ മേടിച്ച് ഒരു എക്സ്ട്രാ ചായയൊക്കെ കുടിച്ച് ഒരു സ്നാക്സൊക്കെ തിന്ന് ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം വന്നിട്ട് 3:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് എൻ്റെ ഡ്രോപ്പ് ഓഫ് വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി തന്നെയാണ്. അതായത് ബാംഗ്ലൂർ ടു അങ്കമാലിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാനായിട്ട് തുടങ്ങി. ഞാൻ തിരിച്ചും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് KSRTC നമ്മുടെ AC സ്ലീപ്പർ തന്നെയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മളുടെ കമ്പനി സ്പോൺസർ ചെയ്തോളും. അതായത് നമ്മൾ കഴിച്ച ഫുഡിൻ്റെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് വരവിൻ്റെയും എല്ലാ ചാർജസും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ട്രിപ്പ് പോലെയാണ് ഇന്ന്. സത്യം പറഞ്ഞാൽ ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ബിക്കോസ് ചുമ്മാ ഇങ്ങനെ നല്ല AC സ്ലീപ്പറിലൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കിട്ടും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ അത്ര ഉറങ്ങാൻ നിന്നില്ല. എനിക്ക് എന്തോ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. പക്ഷെ പോകുമ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങിയേനു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ തിന്നാൻ മേടിച്ചിനല്ലോ. നേരത്തെ കവറിൽ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഞാൻ ഡയറി മിൽക്ക് കഴിച്ചു. പിന്നെ ഈ പോണ വൈകി ഈ ഒരു വിഷ്വൽ എനിക്ക് എന്തോ ഒരു പണ്ടേത്തെ തമിഴ് സിനിമയിലൊക്കെ കണ്ടൊരു മൂവി ക്ലിപ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ എഗെയിൻ നമ്മൾ അപ്പർ ബർത്ത് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി ഏകദേശം ഒരു 7:45 8 മണിയൊക്കെ ആയപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബസ് നിർത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വന്ന ബസ്. ഞാൻ പോയ ബസ്സും സെയിം തന്നെ, ഇങ്ങനെ തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മളുടെ ടൈഗർ റിസർവ് ഉണ്ടല്ലോ ബന്ദിപ്പൂര്, അവിടെയാണ് എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയ തൊട്ടിട്ട് പിന്നെ ഞാൻ ഒരു പോള ഞാൻ കണ്ണടച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ കാത്തു നിൽക്കാൻ ഏതെങ്കിലുമൊക്കെ ഒരു മൃഗത്തിനെ കാണാൻ വേണ്ടിയിട്ട്, വല്ല പുലിയോ കടുവയോ ആനയോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ എന്നിട്ട് ആ ഒരു നീളം കുറേ നേരം ഞാനിങ്ങനെ കണ്ണടയ്ക്കാണ്ട് ഞാനിങ്ങനെ കാത്തു നിന്ന് എന്തിനേയും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ പറയേണ്ടത്, ഒരു മൃഗത്തിനെ ഞാൻ കണ്ടില്ല കേട്ടോ, ഒന്നിനെയും കണ്ടില്ല. ഞാൻ ആകെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഒരു കർണാടക ബോർഡർ ക്രോസ് ചെയ്ത സമയത്ത് കുറച്ച് പുള്ളിമാനെ കണ്ടു, ഒരു 2-3 എണ്ണം. പക്ഷെ അതപ്പം തന്നെ പോയിട്ടോ. അങ്ങനെ ഫൈനലി ഞാനിത് അങ്കമാലി എത്തി. ഇപ്പോൾ സമയം വന്നിട്ട് 2:45 ആട്ടോ. 2:45 വെളുപ്പിനാണ്. 2:45 എൻ്റെ ഹോസ്റ്റൽ തുറക്കാനായിട്ട് 5 മണി കഴിയും. അപ്പോൾ ഇത്രയും നേരം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്ത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേനും. കാരണം നേരത്തെ ഞാൻ ഊബർ പിടിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് കാര്യമില്ല, ഹോസ്റ്റലിൽ തുറക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്കമാലി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള വെയിറ്റിംഗ് റൂമിൽ കുറേ നേരം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഊബർ പിടിച്ച് നേരെ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.